സാറിൻ്റെ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, അതാണ് പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയേണ്ടത്. എന്നായിരുന്നു വിവാഹം? 1972 സെപ്റ്റംബറിൽ. അപ്പോൾ സ്വയംവരം കഴിഞ്ഞിട്ടായിരുന്നു? സ്വയംവരം ഏതാണ്ട് തീർത്ത് അതിന് മിക്സിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, എഡിറ്റിംഗ് ഏതാണ്ട് പൂർണ്ണമായ സമയത്താണ്. അപ്പോൾ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളൊരു സിനിമാ സംവിധായകനാണെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ തന്നെയായിരുന്നു കല്യാണം? അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി എന്നുള്ള മട്ടിൽ തന്നെ ആയിരുന്നു? ഒരു ഡോക്യുമെൻ്ററി ഒക്കെ എടുത്ത് നടക്കുന്ന അല്ലേ? സെലിബ്രിറ്റി ഒന്നും അല്ല, ആയിട്ടില്ല, സ്വയംവരം വന്നിട്ടില്ല അല്ലേ? ഒരു ഡോക്യുമെൻ്ററി ഒക്കെ കഷ്ടിച്ച് ഡോക്യുമെൻ്ററി ഒക്കെ എടുത്ത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫിൽം മേക്കർ മാത്രം. കല്യാണം നടന്നതിൻ്റെ പിന്നെ വീട്ടിനൊരു പേരൊക്കെ ഉള്ള വീടാണ്, പഴയ കുടുംബമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇന്ന വീട്ടിലാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലാണ്ട് ഒരു സിനിമക്കാരനാണെന്ന് പറഞ്ഞിട്ട് അല്ലല്ല. ചേച്ചിക്ക് സിനിമയോടൊക്കെ ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു? സിനിമയൊക്കെ കാണാൻ പോകും, അല്ലെങ്കിൽ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾ തന്നെയായിരുന്നു? അങ്ങനെ സീരിയസ് ആയിട്ടില്ല, കാണാൻ പോകും, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലല്ലേ? പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കല്യാണമായിരുന്നു ഒരു വളർച്ചയുടെ തുടക്കം എന്ന് പറയല്ലേ സാർ? സാധാരണ സിനിമാക്കാർക്ക് എങ്ങനെയല്ലേ, എല്ലാത്തിനും ഒരു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകും നമുക്കൊക്കെ. ശരി. കല്യാണത്തോടു കൂടിയായിരുന്നല്ലേ സാറിൻ്റെ പിന്നീട് ഒരു സിനിമയിലൊക്കെ ഉള്ളൊരു വരവും വളർച്ചയും പറയാം? അതിനു മുമ്പുള്ള 7 വർഷം ഉണ്ടായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്നത് 65-ലാണ്. ഈ 7 വർഷത്തെ ശ്രമഫലമാണ് സ്വയംവരം. അതിനിടയ്ക്ക് ഒരുപാട് ഡോക്യുമെൻ്ററീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫീച്ചർ ഫിലിം എടുക്കാനാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങപ്പോഴത്തെ ആദ്യത്തെ ശ്രമം. അതിങ്ങനെ നിരന്തരമായിട്ട് പിന്നെ നടക്കാതെ പോവുകയും. ഈ പ്രതിധ്വനി എന്ന് പറയുന്ന സിനിമയൊക്കെ എടുക്കുന്നത് അതിന് മുമ്പാണ് സാർ? പ്രതിധ്വനി അല്ല, അപ്പോൾ അതിനു മുമ്പ് കാമുകി എന്ന് പറഞ്ഞൊരു ശ്രമം നടന്നിരുന്നു. CN ശ്രീകണ്ഠനായർ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു. അത് NFDC അന്ന് ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ, അവരതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചു ലോണിന്, അത് റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മറിയാനോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ, അന്ന് ഇതിനെ പറ്റിയൊക്കെ വളരെ തെറ്റായ ധാരണകളായിരുന്നു. നമ്മൾ കുറച്ച് പടം അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഫൈനാൻസുമായിട്ട് വന്നു എത്തും എന്നൊക്കെയാണ്. ഒക്കെ അതെല്ലാം തെറ്റായിരുന്നു, അങ്ങനെയുള്ള ധാരണകളെല്ലാം. അങ്ങനെ അത് 4-5 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞാൽ അതങ്ങ് നിന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പഗൻഡ ഫിലിമാണ് ഫാമിലി പ്ലാനിങ് വേണ്ടി എടുത്തത്, പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട്. ഒരു 1 hour ഫിലിമാണ്. പക്ഷെ അതിനകത്ത് ഈ പോപ്പുലറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു. അടൂർ ബാസി, പ്രേംനസീറില്ല, പ്രേംനസീർ ഉള്ളത് മതിയായിരുന്നു. അതും ഇതിനു വേണ്ടി തന്നെ എടുത്ത് വേറെ മറ്റു സിനിമയായിരുന്നു, അതിനകത്താണ് പ്രേംനസീർ. ശരി. ഇതിൽ അടൂർ ബാസി ഉണ്ടായിരുന്നു, സുജാത ഉണ്ടായിരുന്നു. സുജാത ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണ്. ആദ്യമായിട്ട് ജനാർദ്ദൻ അഭിനയിക്കുന്ന പടമായിരുന്നു പ്രതിസന്ധി. ഇവർ രണ്ടുപേരും. പിന്നെ അതുകൂടാതെ ലളിത ഇവരുടെ റോളിലുണ്ടായിരുന്നു. SP പിള്ള ഉണ്ടായിരുന്നു. SP പിള്ള അത് കഴിഞ്ഞ് മദ്രാസിൽ പോയിട്ട് ആരോടെ പറഞ്ഞു, അയ്യോ അടൂർ ബാലകൃഷ്ണൻ്റെ പടത്തിൽ പോലെ അയാൾ വരച്ച വരയെ നിർത്തി അഭിനയിപ്പിക്കുന്ന ആളാണ് എന്ന്. പക്ഷേ അവർക്കൊന്നും അത് ശീലമില്ല. ഈ കൊമേഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഴിച്ചു വിടുക, ചെയ്തോളാനായിട്ട് അങ്ങ് വിടുക പതിവ്. അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നി ഞാൻ ചെയ്യുമ്പോഴേ. ഞാനും ഈ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതല്ലേ, അതിനു മുമ്പ് ഫീച്ചർ ഫിലിം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ പരിചയക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ വരച്ച വരയെ തന്നെ ചെയ്യണമെന്ന് വളരെ നിർബന്ധം പിടിക്കുകയൊക്കെ ചെയ്യുന്നേ. കോണും മൂലയൊക്കെ അങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുക. നല്ലത് പഠിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മൾ സിനിമയുടെ കഥകളൊക്കെ സാർ പറഞ്ഞു തരാറുണ്ടെന്ന് പറഞ്ഞില്ല? കഥ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം വായിക്കാനൊക്കെ തരുമല്ലേ? അപ്പം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാം? ഇല്ല, അങ്ങനൊന്നും ഇല്ല. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയും, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയുകയും ചെയ്യും. ഒരു മോളല്ലേ ഉള്ളൂ? ഒരു മോളേ. മോളിപ്പോൾ ഇന്ത്യൻ പോലീസ് സർവീസിലാണ്, IPS-ലാണ്. ഈ എല്ലാവരും പറയും, ഇപ്പോൾ നേരത്തെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞല്ലേ, ഈ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ വേറൊരാളാണ്, അധികം തമാശകളോ അങ്ങനെയൊന്നുമില്ല. വീട്ടിലും അങ്ങനെയാണ്, ഭയങ്കര സീരിയസ് ആണ്? അത് ദേഷ്യമൊക്കെ വരുന്ന ആളാണ്? ദേഷ്യം വരികയൊക്കെ ചെയ്യും, അങ്ങനൊരു വ്യത്യാസം അങ്ങനെയില്ല. സാധുവൊന്നുമല്ല, പൊതുവെ തമാശകളൊക്കെ പറയും. തമാശ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമാശ പറയുന്നതല്ല ഇഷ്ടമാണ് അല്ലേ? ഈ ദേഷ്യം വരുന്നത് സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക്. അത് പിന്നെ എല്ലാ വീടുകളിലും ഉള്ള അതല്ലേ. ഈ വളരെ ചിട്ടയായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേറ്റവും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഞാനൊരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് അവിടെ കണ്ടില്ലെങ്കിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക. തിരിച്ചാ അവിടെ കണ്ടാലാണോ ദേഷ്യം വരിക? അല്ല, ഞാനാ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. എന്തെങ്കിലും കാണാതെ വന്നാൽ ഞാൻ ഉടനെ സുനന്ദയെ വിളിക്കും, എവിടെയെങ്കിലും തപ്പിയെടുക്കുക. അതൊരു അതിശയം, എങ്ങനെ ചെയ്യുന്നു എനിക്കറിയില്ല. ഏത് കടലാസ് കാണാൻ വന്നാലും വിളിച്ചാൽ അപ്പോൾ കൊണ്ടുവന്ന് തരും. അതെ, അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടാകും. ഭയങ്കര, അതൊരു വലിയ ഹെൽപ്പാണ്. എൻ്റെ ഒരു ഓർമ്മയാണ് ശരിക്കും.
സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര വല്ലാത്തൊരു തൊഴിലാണ്. കാരണം നമ്മൾ ഒരേ സമയം പിന്നെ നമുക്ക് ഞാൻ ഏറ്റവും വെറുത്തിരുന്ന കണക്ക് നിർബന്ധമായിട്ട് അറിയണം. കാരണം ഇതിൻ്റെ മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ്, കോസ്റ്റ്, ഈ സിനിമ ഒരു റോൾ ഫിലിമിൻ്റെ വില കൂടുന്നതും കുറയുന്നതും ഒക്കെ അറിയണം. ഇതിൻ്റെ പ്രോസസ്സിങ് ചാർജ് മുതൽ ടാക്സിയുടെ വില, ടാക്സിയുടെ ചാർജ്, പിന്നെ ഹോട്ടലിലെ പിന്നെ ചാർജ് ചെയ്യുന്നത്, നമ്മുടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ആളുകൾ, അത് തുടങ്ങി സകല സംഗതികളും നമ്മൾ അറിയണം. ഇവരും ക്രിയേറ്റീവ് മാത്രമാണെന്ന് ധരിക്കുന്നത് തെറ്റാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന പലർക്കും ഈ പ്രൊഡക്ഷൻ്റെ പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നവർ ഏറ്റവും അവഗണിക്കുന്ന, അവർക്കതൊരു ഗ്ലാമർ ഇല്ലാത്ത ഭാഗമായതുകൊണ്ട് അവഗണിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രൊഡക്ഷൻ ഡിസൈനിങ് തന്നെ. തീർച്ചയായും പ്രൊഡക്ഷൻ ഡിസൈനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് ക്രിയേറ്റീവ് അല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇതും കൂടെ ചേർന്നാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ട്, അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മളെത്ര സമയമുണ്ട്, സമയം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, നമ്മളെത്ര മാൻ പവർ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതെല്ലാം വലിയൊരു ക്രാഫ്റ്റാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോംപ്ലക്സ്, മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോമാണ്. കലയുമാണ്, വ്യവസായമാണ്, എൻ്റർടൈൻമെൻറ്റാണ്. ആളുകൾ വന്ന് കണ്ട് പൈസ ഓരോരുത്തരും വന്ന് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇത് നിലനിൽക്കാൻ ഒക്കുകയുള്ളൂ. എത്ര ആർട്ടെന്ന് പ്രസംഗിച്ചാലും കാണാൻ പ്രേക്ഷകൻ വന്നെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആളുകൾ കാണാനില്ലാത്തൊരു സമയം ഇയാളുടെ ക്രിയേറ്റിവിറ്റി നിൽക്കും, സിനിമ എടുപ്പം നിൽക്കും.